ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ? മുട്ടത്തോരൻ. അപ്പോൾ മുട്ടത്തോരനിൽ നമ്മൾ എന്ത് ചേർത്തത്? മുരിങ്ങയുടെ ഇല. അപ്പോൾ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പച്ചമുളക് 2 പിന്നെ 2 കൈപ്പിടി നിറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി എത്ര വേണമെങ്കിലും ഇടാം, 10 15 ഒക്കെ ഇടാം. അത് വലുതാണെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയുടെ ഇലയാണ് ഇട്ടത്. വെള്ളം വാലാൻ വേണ്ടി വെച്ചതാണ്. ഒരു 2-3 പിടി മുരിങ്ങയില എടുത്തിട്ടുള്ളൂ. നമ്മൾ 3 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പം അതിന് കുറച്ച് മുരിങ്ങയില ഇട്ടിട്ടുള്ളൂ. ഇനി തീ ഇത്തിരി ഒന്ന് കുറച്ച് വെച്ചോട്ടാ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സിമ്മിലിട്ട് അടച്ച് വയ്ക്കുക. 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട റെഡിയാക്കി 3 മുട്ട അങ്ങനെ സിമ്മിലിട്ട് വെച്ചിരുന്നതാണ് തീ. അതേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് ഇങ്ങനെയായിട്ടാ മുരിങ്ങയില വെന്തിട്ടുണ്ട്. ഇനി നടുവിൽ കുറച്ച് സ്പേസ് കൊടുക്കുക അവിടെ മുട്ട ഒഴിക്കാനായിട്ട്. മുട്ട നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ ഇത്തിരി കൂട്ടി വയ്ക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഇടുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് പാകാവില്ല. പിന്നെ എല്ലാതും കൂടെ ഇങ്ങനെ നന്നായിട്ട് ചിക്കി തോർത്തി എടുക്കുക. അത്രയ്ക്കുള്ളൂ. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഇത് ചീര മുട്ടത്തോരൻ, മുരിങ്ങയില മുട്ടത്തോരൻ, പിന്നെ വേറെ എന്ത് ലീവ്സാണ് കിട്ടണേ അതൊക്കെ ഇട്ടിട്ട് നമുക്കിതുപോലെ മുട്ട വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഇത് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. നന്നായി ചിക്കി തോർത്തി മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. നമ്മുടെ മുട്ടത്തോരൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു.